Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്ററിലോട്ട് നമ്മൾ കിടക്കാണ്. ഇന്നലെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തു. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നു മുതൽ സെക്കൻഡ് സെമസ്റ്റർ ആരംഭിക്കുകയാണെന്നുള്ളത്. കാരണം സെക്കൻഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സ് ഒക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ എക്സാം പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന 5 സബ്ജക്ട്സ് ഏതൊക്കെയാണ്, അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിൻ്റെ അസൈൻമെൻറ്റ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. 5 പേപ്പേഴ്സിൻ്റെയും അസൈൻമെൻറ്റ് സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. സോ സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് വരുന്ന 5 സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. സോ അതിൽ ആദ്യത്തെ പേപ്പർ വരുന്നത് ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസ്. അപ്പോൾ ലോ പേപ്പറാണ് ആദ്യത്തെ. ഈ ബിസിനസ്സിനെ പറ്റിയിട്ടും അതിനെ മിക്സ് ചെയ്തിട്ടുള്ള സൈബർ കാര്യങ്ങളൊക്കെ, കമ്പ്യൂട്ടർ ടെക്നോളജീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ദെൻ നമ്പർ 2 ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശരിക്കും പറഞ്ഞത് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ പഠിച്ചിട്ടില്ല. അങ്ങനെ പുതിയൊരു പേപ്പർ തന്നെ ആണെന്ന് പറയാം. ദെൻ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പിന്നെ വരുന്നത്. പിന്നെ the most important subject second സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട പേപ്പർ. ദെൻ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മറ്റൊരു സബ്ജക്ട്. ആൻഡ് ഫൈനലി നമുക്ക് റിസർച്ചാണ്, ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. ഇങ്ങനെ 5 സബ്ജക്ട്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ആദ്യം തന്നെ ഒന്ന് കിടക്കാം. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. ആദ്യത്തെ പേപ്പർ ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 ബ്ലോക്കുകളുണ്ട്. അതിലാദ്യം ഈ ബിസിനസ്സിനെ പറ്റിയിട്ടും ഈ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക്സ്. പിന്നെ ഈ ബിസിനസ് ടെക്നോളജീസ്, പിന്നെ 2 ബ്ലോക്കുകൾ വരുന്നത് സൈബർ ലോനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സൈബർ സെക്യൂരിറ്റീസ് മാനേജ്മെൻറ്റ്, സൈബർ റെഗുലേഷൻസ്. നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലാദ്യത്തെ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ബിസിനസ് എന്താണ്, ഈ ബിസിനസ് വേഴ്സസ് ഇ കോമേഴ്സ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബിസിനസ് സ്ട്രക്ചർ, ട്രെൻഡ്സ്, ഈ ബിസിനസ് മോഡൽസ്, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ യൂണിറ്റ്. ഈ ബിസിനസ് ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത്. ബ്രൗസിംഗ് ബിഹേവിയർ മോഡൽ, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഇ അഡ്വർടൈസിങ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, ഇ ബ്രാൻഡിങ്, ഇ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ഇതൊക്കെയാണ് പിന്നെ വരുന്നത്. ദെൻ ഇ റീറ്റെയിലിംഗ്, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ്. ദെൻ എന്താണ് B2C മോഡൽ ഇൻ ഇ റീറ്റെയിലിംഗ്, ഫങ്ഷൻസ് ഓഫ് ഇപ്പോസിസ്റ്റം എന്താണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ബ്ലോക്ക്. മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2 ഈ ബിസിനസ് ടെക്നോളജീസ്. അതിൽ CRM, ERP, സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്, അതിൽ സൈബർ സെക്യൂരിറ്റി എന്താണ്, സൈബർ സ്റ്റോക്കിംഗ്, ഫോർജറി, അതുപോലെ തന്നെ ഫ്രോഡ്, ക്രൈം റിലേറ്റഡ് ടു IPR, സൈബർ ടെററിസം ആൻഡ് വാൻഡലിസം. ദെൻ നെറ്റ്വർക്ക് ആൻഡ് വെബ്സൈറ്റ് സെക്യൂരിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്, സൈബർ റെഗുലേഷൻ, പിന്നെ സൈബർ ലോനെ പറ്റിയിട്ടും IT ആക്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്. അതാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ്. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. അതിൽ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട്. നെക്സ്റ്റ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വരുന്നത്. നമുക്ക് 4 ബ്ലോക്കുകൾ. ആദ്യത്തെ ഗ്ലോബൽ ബിസിനസ് ആണ്. ദെൻ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഗ്ലോബൽ ബിസിനസ്, ദെൻ MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, റീജിയണൽ ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ. ഇതാണ് 4 ബ്ലോക്കുകൾ വരുന്നതിൽ. ആദ്യത്തെ ഗ്ലോബൽ ബിസിനസ് എന്താണ്, അതിൻ്റെ ബേസിക്സ്, ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഗ്ലോബലൈസേഷൻ എന്താണ്, മോഡ് ഓഫ് എൻട്രി, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, സ്ട്രാറ്റജിക് അലയൻസ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, ഇതൊക്കെ, കൗണ്ടർ ട്രേഡ്. ദെൻ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഗ്ലോബൽ ബിസിനസ്, ഒരുപാട് വായിക്കാനുണ്ട്. ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതിൻ്റെ ടെക്നിക്സ്, അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസ്,
അഗെയിൻ നന്നായിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. തിയറീസ്. ദെൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആൻഡ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പിന്നെ വരുന്നത്. അതിൽ MNCനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ റൂള്. ദെൻ FDI, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇംപ്ലിമെന്റേഷൻ അതോറിറ്റി, ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് എന്താണ്. പിന്നെ ലാസ്റ്റ് ബ്ലോക്ക് റീജിയണൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണ്. ഒരുപാട് അതോറിറ്റീസിനെ പറ്റിയിട്ട് അവിടെ പഠിക്കാനുണ്ട് നമുക്ക്. നാഫ്റ്റ, സാർക്ക്, ASEAN ഇതിനൊക്കെ പറ്റിയിട്ട്. പിന്നെ WTO, GATT, IMF, വേൾഡ് ബാങ്ക് ഇതൊക്കെയാണ് പിന്നെ. സോ ഒരുപാട് വായിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് കേട്ടോ ഇത്. മൂവിങ് ടു നെക്സ്റ്റ്, ഞാൻ പറഞ്ഞു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നിർബന്ധമായും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട സബ്ജക്റ്റ് QT പേപ്പറാണ്, പ്രോബ്ലം പേപ്പറാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന സമയത്താണെങ്കിലും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സപ്ലി കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ MCOMൽ ഏറ്റവും കൂടുതൽ സപ്ലി കിട്ടുന്ന ഒരു പേപ്പറാണ് QT പേപ്പർ കേട്ടോ. അതുകൊണ്ട് എഫേർട്ട് നന്നായിട്ട് എടുക്കണം. സോ ആദ്യം പ്രോബിലിറ്റി ആണ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിനുശേഷം ഹൈപ്പോത്തസിസ് ആണ്, അതിൽ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ഇതാണ് വരുന്നത്. അത് ആദ്യം തന്നെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ QT എന്താണ് ആദ്യം. ദെൻ അതിന് ശേഷം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ടെസ്റ്റുകളാണ്, അതിൽ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ബേസിക് കൺസെപ്റ്റ്, ദെൻ ടെസ്റ്റുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽസ്, നോൺ പാരാമെട്രിക്കിലുള്ള കാര്യങ്ങൾ. പിന്നെ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, കോറിലേഷൻ എന്താണ്, അതിൻ്റെ തിയറി, പ്രോബ്ലംസ്, റിഗ്രഷനെ പറ്റിയുള്ള കാര്യങ്ങൾ. ദെൻ ലാസ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോള് എന്താണ്, അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി കൺട്രോൾ ടെക്നിക്സും നമുക്ക് പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ് കേട്ടോ QT. ഇത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കണം. പോകാനുള്ള സാധ്യത ഞാൻ പറയണു വീണ്ടും വീണ്ടും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തോൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ. ദെൻ പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ. ദെൻ നെക്സ്റ്റ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് 4 ബ്ലോക്കുകൾ. എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആണ് ആദ്യം. ദെൻ ഓർഗനൈസേഷൻ റിസോഴ്സസ് ആൻഡ് കാപ്പബിലിറ്റി, സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അപ്പോൾ ലോങ് ടൈം ഡിസിഷൻസ് എടുക്കുന്ന അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അല്ലേ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻ്റ് ആണ്. അതിൽ ആദ്യം എൻവയോൺമെൻറ്റൽ അനാലിസിസ് എന്താണ്, അതിൽ ബിസിനസ് പോളിസിനെ പറ്റിയിട്ട്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിനെ പറ്റിയിട്ട്, ദെൻ മോഡൽ ഓഫ് സ്ട്രാറ്റജി ആൻഡ് എലമെൻറ്റ്സ് ഇതാണ് പിന്നെ വരുന്നത്. ദെൻ ഡിമോഗ്രാഫിക് എലമെൻറ്റ്സ്, ഇൻഡസ്ട്രി അനാലിസിസ്, അതിൽ സോട്ട് അനാലിസിസ്, മാട്രിക്സ്, ടോപ്പ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഓർഗനൈസേഷണൽ റിസോഴ്സസ് ആൻഡ് കേപ്പബിലിറ്റീസ്, റിസോഴ്സ് കേപ്പബിലിറ്റി എന്താണ്, ഗ്രൂപ്പ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ട് ഒരുപാട് വായിക്കാനുണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ് റിയൽ ലൈഫിലുള്ളത് നമുക്കിവിടെ കേട്ടോ. ദെൻ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ എന്താണ്, അതിൻ്റെ പ്രോസസ്സ്, ബിസിനസ് ലെവൽ ആൻഡ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, BCG മെട്രിക്സ്. ദെൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനെ പറ്റിയിട്ട് അപ്രോച്ചസ് ടു ബിസിനസ്, ടൈപ്സ് ഓഫ് കൺട്രോൾ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ. ഓക്കെ. സോ ഇതാണ് ആ ഒരു സബ്ജക്റ്റ്. ആൻഡ് ഫൈനലി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ആണ്. റിസർച്ചാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ള. സോ ആദ്യം നമുക്ക് കവർ ചെയ്യാനുള്ളത് ബ്ലോക്ക് നമ്പർ 1 അണ്ടർസ്റ്റാൻഡിങ് റിസർച്ച് എന്താണ്, റിസർച്ചിനെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ. റിസർച്ച്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, ബിബ്ലിയോഗ്രഫിക് സോഴ്സസ് ഫോർ റിസർച്ച് ആൻഡ് നോട്ടേഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, റിവ്യൂയിങ് ലിറ്ററേച്ചർ, ദെൻ റൈറ്റിംഗ് ഫോമാറ്റ്സ് നല്ല രീതിയിൽ പഠിക്കാനുള്ളതാണ്ടത്. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. സിനോപ്സിസ് എന്താണ്, സൈറ്റേഷൻ ആൻഡ് സൈറ്റേഷൻ സ്റ്റൈൽ, റിസർച്ച് എത്തിക്സ്, ദെൻ പബ്ലിക്കേഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇതാണ് നമുക്ക് 2 ബ്ലോക്കുകളായിട്ട് നന്നായി പഠിക്കാനുള്ള മറ്റൊരു പേപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലത്തെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് വരുന്നത്, അതിൻ്റെ സിലബസും. ദെൻ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിൻ്റെ അസൈൻമെൻറ്റ്സ് ഒക്കെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അസൈൻമെൻറ്റ്സ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തൊക്കെയാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഓരോ സബ്ജക്റ്റിൻ്റെ എന്നുള്ളത് നോക്കാം. അതിലാദ്യം ഡിസ്ക്രിപ്റ്റീവ് ആണ്. സെറ്റ് 1 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതണം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആവുക. അനലറ്റിക്കൽ നല്ല ടഫായിട്ട് വരാറുണ്ട്. സോ ആദ്യം ഡിസ്കസ് ദി ഫീച്ചേഴ്സ് ഓഫ് various ബിസിനസ് മോഡൽസ് ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് മോഡൽ. എക്സാമ്പിൾ വെച്ച് എഴുതണം. ദെൻ CRM ഡിസൈൻ എന്താണ്, എസെൻഷ്യൽസ് ഓഫ് CRM ഡിസൈൻ. ദെൻ
features of ERP and the process and forces influence ERP implementation. Write a note on different types of supply chain models and components of supply chain management and describe the reasons for adapting supply chain management in business. പിന്നെ cybercrime എന്താണ്, different types of cybercrime, what are the measures to be adopted to prevent cybercrime. 5 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഏറ്റവും നല്ല ഒരു ക്വസ്റ്റ്യൻ ഏതാണ് പ്രസൻറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 1ഉം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അതാണ് ആദ്യത്തെ സെറ്റ്. പിന്നെ അനലറ്റിക്കൽ കട്ടക്കി നിൽക്കുന്ന ചോദ്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സമയമെടുത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. മൊത്തം പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്പർ 1, എക്സ്പ്ലെയിൻ ഹൗ ഈ ബിസിനസ് മോഡൽസ് ഡിഫർ ഫ്രം ട്രഡീഷണൽ commerce. Discuss how retail industry in India has evolved with the adoption of e-business model. Investigate the role of e-commerce on the retail industry in India. Nalla toughest ചോദ്യം. Then describe the role of CRM and ERP system in facilitating communication collaboration across different business function. Analyze case studies, again difficult question, of organizations successfully integrating CRM and ERP to enhance cross functional collaboration. Actually മക്കളെ, then write a note on how CRM and ERP systems are implemented in the manufacturing industry in India. Again real life, and discuss the challenges faced and outcomes achieved in the manufacturing industry after the implementation. Then describe how cyber security measures are used to protect intellectual property and digital rights in the software industry in India. Adum real life. Then discuss how cyber legal framework in India influence the investigation and prosecution of cyber crimes in the country. ഇപ്പോൾ 5ഉം കട്ടക്കി നിൽക്കുന്നതാണ്. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഏകദേശം നല്ല സംഭവങ്ങളാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിലിപ്പോൾ ലീഗൽ കാര്യങ്ങൾ വരുമ്പോൾ ഏകദേശം ആ സെയിം റൂള് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. 5ഉം കട്ടക്കി നിൽക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും ഇത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് കിടക്കാം. ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ്. എക്സ്പ്ലെയിൻ ദ ടൈം ഇന്റർനാഷണൽ ബിസിനസ്. ഡിസ്കസ് ദി സിഗ്നിഫിക്കൻറ്റ് കീ ഫീച്ചേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇന്റർനാഷണൽ ബിസിനസ്. പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. Then international trade theories highlighting their key principles and implication. FDA എന്താണ്, features and explain different methods through FDA, which FDA can be undertaken. Economic integration എന്താണ്, define ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. Analyze the various level of economic integration that exist. 5 ചോദ്യങ്ങളിൽ ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 തന്നെയാണ് കുറച്ചും കൂടി എളുപ്പമുള്ളത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ്പെഷ്യലി എടുക്കാം. ഇനി നമുക്ക് പാർട്ട് ബിയിലോട്ട് കിടക്കുമ്പോൾ എന്താണ് അനലിറ്റിക്കലിൽ നോക്കാം. Number 1, discuss evolution from GATT to WTO. How has WTO improved upon the framework provided by GATT? ആദ്യത്തെ ചോദ്യം. Examine case study. ഡിഫിക്കൽട്ട് ആയിരിക്കും. Multinational corporation faced ethical issues in a host country. Discuss the impact of these issues on the corporation's reputation and operation and analyze how the corporation addressed these challenges. രക്ഷയില്ല. Then evaluate the advantages and disadvantages of FDA for both host and home country. Use real world examples to illustrate how FDA can be double-edged sword for developing economies. Again നല്ല ഡിഫിക്കൽട്ട് ആണ്. Apply product life cycle theory to specific product, smartphone, electric vehicles. Then discuss how the stages of PLC influence international trade patterns, production location and marketing strategies. ഇതും നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. Compare the licensing and franchising mode of entry into international markets. Discuss the advantages and disadvantages of each approach for both the parent company and local partner using real life world example. നമ്മുടെ അനലിറ്റിക്കലൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. എന്നാലും ഇതിൽ പിന്നെ എഴുതാൻ പറ്റുന്ന ആദ്യത്തെ ചോദ്യം മാത്രമാണ്. ബാക്കിയൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അതും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി QT പേപ്പറാണ്. അതിലാദ്യത്തെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. സോ ഫസ്റ്റ് ഡിസ്കസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ റിയൽ ലൈഫ് സിനാരിയോസ്. ഇൻ യുവർ ആൻസർ പ്രൊവൈഡ് എക്സാമ്പിൾസ് ഫ്രം
fields such as quality control, genetics and finance. ആദ്യത്തെ ചോദ്യം binomial distribution. Explain the concept of a z-test and its application in hypothesis testing. In your answer, describe the conditions under which a z-test is appropriate, including when the population standard deviation is known and sample size is sufficiently large. Provide an example of a scenario where z-test would be used and how the results might be interpreted. അപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. Then പിന്നൊരു പ്രോബ്ലം ആണ്. യു ആർ റിക്വയർഡ് ടു ടെസ്റ്റ് വെദർ ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ടി ടെസ്റ്റ് ആൻഡ് മാൻ വൈറ്റ്നി ടെസ്റ്റ് ഇൻ their application and assumption. Provide examples of situations. Problem and finally ലാസ്റ്റും പ്രോബ്ലം കേട്ടോ. സ്പെൻഡ് സ്റ്റഡിങ് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കോറിലേഷൻ കാണാനും കോഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ്. സോ ക്യൂട്ടിയുടെ ബേസ് എന്താ പറയുക ഡിസ്ക്രിപ്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസാണ് കണ്ടത്. ഏതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം എടുക്കുക കഴിഞ്ഞാൽ പ്രോബ്ലം എടുക്കാം, ഏതാണെങ്കിലും എടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ദെൻ പിന്നെ അസൈൻമെൻറ്റ്സ് അനലറ്റിക്കലാണ് വരുന്നത്. അതിൽ ആദ്യമേ കമ്പനി മോണിറ്റേഴ്സ് ദി ഡയമീറ്റർ ഓഫ് metal rods produced by machine over the past 15 days. A sample of 5 rods was taken each day and their diameters were recorded. The following data is available. Problem again അടുത്തതും റിയൽ ലൈഫ് സാധനം ഞാനത് വായിച്ചു പോകുന്നില്ല. പിന്നെ പ്രോബ്ലം ഓക്കെ. ക്യൂട്ടിയും നല്ല കട്ടക്കുള്ള പ്രോബ്ലംസാണ്. കൈ സ്ക്വയർ ഒക്കെ ഓക്കെ കണ്ടോ, വലിയ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ക്യൂട്ടിയും നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ അനലറ്റിക്കൽ എഴുതാൻ. പിന്നെ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ 5 എണ്ണം ഡിസ്ക്രിപ്റ്റീവ് വാരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് പോളിസി. ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് പോളിസി ആൻഡ് എസെൻഷ്യൽസ് ഓഫ് ഗുഡ് പോളിസി, ബിസിനസ് പോളിസി. ദെൻ ഡിസ്ക്രൈബ് steps in strategic planning and different models of strategic planning. Strategy എന്താണ്, different types of strategies. Explain the structural, functional and behavioral aspect of strategy implementation. Strategy implementation process എന്താണ്, issues of implementation, strategy implementation. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്, അത് എഴുതാം. Explain the role of evolving business policies on strategic management practices in the modern business enterprise in India. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. സെറ്റ് 2 പിന്നെ ഡിസ്കസ് ദി റോൾ ഓഫ് സ്ട്രാറ്റജിക് ഫിറ്റ് ഇൻ ട്രാൻസ്ഫോമിങ് കമ്പനീസ് റിസോഴ്സസ് ഇൻ ടു ക്യാപ്പബിലിറ്റീസ്. പിന്നെ റോൾ ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ മോഡ്സ് ഇൻ ഷേപ്പിംഗ് ഇന്ത്യ, റോൾ ഓഫ് മെർജേഴ്സ്, അക്വിസിഷൻസ് ആൻഡ് സ്ട്രാറ്റജിക് അലയൻസ്. ദെൻ കമ്പാരിസൺ മെയ്ഡ് എമംഗ് ബ്ലൂ ഓഷ്യൻ, റെഡ് ഓഷ്യൻ ആൻഡ് പർപ്പിൾ ഓഷ്യൻ സ്ട്രാറ്റജീസ് ഇൻ മോഡേൺ ബിസിനസ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പാർട്ട് അല്ലെങ്കിൽ സെറ്റ് 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടോ. ദെൻ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. സോ അതിൽ ആദ്യത്തെ ഡിസ്ക്രിപ്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് എൻ്റെ ഹിൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്ക്രിപ്റ്റീവ് കുറച്ചും കൂടിയും റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നല്ലോണം പാടാം, അനലറ്റിക്കലും പാടാം. ഞാൻ വെറുതെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല, വായിച്ച നേരം കളയുന്നില്ല. റിസർച്ചിൽ 2 ഞാൻ നോക്കി നടന്നതാണ്, 2 അസൈൻമെൻറ്റ്സും ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും അനലറ്റിക്കലാണ്, 2ഉം കട്ടക്കുള്ളത്. നല്ലോണം ടൈം എടുത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റ്സ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചോളൂ. സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരും, അതുപോലെ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളും തുടങ്ങാം. അപ്പോൾ നമ്മുടെ സിലബസ് സെക്കൻഡ് സെമസ്റ്ററിലുള്ളതും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ് നമ്മൾ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സപ്പോർട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.